ലെൻഡിങ് മണി രണ്ടാമത്തെ ഫംഗ്ഷനാണ് ലെൻഡിങ് മണി എന്ന് പറയുന്നത്. സെക്കൻഡ് മേജർ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. മണി ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺസ് ആളുകളിലേക്ക് കൊടുക്കുക, അഡ്വാൻസ് കൊടുക്കുക, പല ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റിൽ നിന്നും കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അവർ റിസീവ് ചെയ്ത മണിയാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? പലതരത്തിൽ പല ആളുകളിലേക്ക് ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ബാങ്ക് ഇത്തരത്തിലുള്ള ലോണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ശരിക്കും ഈ രണ്ട് റേറ്റ്സ്, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ ആളുകൾക്ക് കുറച്ച് പൈസ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുമല്ലോ, അതേപോലെ ആ പണം അവർ ലെൻഡ് ചെയ്യുമ്പോഴും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസിൽ ഉണ്ടാകുന്ന ആ റേറ്റ് തമ്മിലുള്ള ഡിഫറൻസിൽ ഉണ്ടാകുന്ന പണമാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അഡ്വാൻസസ് പല രീതിയിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട്, ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട്, ട്രേഡ് ബിൽസ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട്, ടേം ലോൺസ് കൊടുത്തുകൊണ്ട്, പലതരത്തിലുള്ള മിസലേനിയസ് അഡ്വാൻസസ് കൊടുത്തുകൊണ്ടാണ് അവർ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻസ് ആണ് സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഏജൻസി സർവീസസ്, രണ്ടാമത്തത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഏജൻസി സർവീസസ് എന്താ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അവർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സർവീസസുകൾ പല രീതിയിൽ ഏജന്റ് ആയിട്ട് നിന്നുകൊണ്ട് കൊടുക്കുന്നതിനെയാണ് ഏജൻസി സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഏജന്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ചെക്ക് കളക്ട് ചെയ്യുന്നു. ബാങ്ക് ഒരു പർട്ടിക്കുലർ രീതിയിൽ കസ്റ്റമറിന്റെ ചെക്ക് കളക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിന് അവർ ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് നിന്ന് അവരുടെ ആവശ്യമായിട്ടുള്ള പണം ഏത് അക്കൗണ്ടിൽ നിന്നാണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അത് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ചെക്ക് കളക്ട് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് റെമിറ്റൻസ് ഓഫ് മണി. ഏജൻസി ഫംഗ്ഷൻ ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. പലതരത്തിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്നാണ് RTGS വഴി, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയും. പിന്നെ നെഫ്റ്റ് വഴി, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, പിന്നെ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ, പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. പല രീതിയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഏജൻസി ഫംഗ്ഷനിൽ വരുന്നവയാണ്. അതായത് ബാങ്ക് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുന്നു. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത് ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ വരുന്നത്. ബാങ്ക് ഏജന്റ് ആയിട്ടും കസ്റ്റമർ പ്രിൻസിപ്പൾ ആയിട്ടും ആക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ടൈപ്പ് സെക്കൻഡറി ഫംഗ്ഷൻ ആണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒത്തിരി സർവീസസ് ജനറൽ പബ്ലിക്കിന് കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന ജനറൽ ആയിട്ടുള്ള സർവീസുകളെയാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് നോക്കൂ, പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ബിൽസ് എക്സെട്ര. കസ്റ്റമേഴ്സിന് പല രീതിയിൽ ബാങ്കിനെ ഇൻസ്ട്രക്ട് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ എല്ലാ മാസവും ഇത്ര സമയത്ത് ഈ സമയത്ത് ഈ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം, ഇയർലി ഇത്ര നിങ്ങളിരുന്ന് കൊടുക്കണം. ഇങ്ങനെയുള്ള പേയ്മെന്റ്സ് ചെയ്തുകൊണ്ട് ഇവർ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്നും കറക്റ്റ് ആയിട്ട് ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസിന് ഒന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട്. ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുക, ടെലിഫോൺ ബിൽസ് അടച്ചു കൊടുക്കുക, ഇതൊക്കെ ബാങ്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന് കൊടുക്കുന്ന സർവീസസ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് എക്സെട്ര. ബാങ്കിന് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്നുള്ള പൈസ, ഇപ്പൊ നമ്മൾ ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തത്തില്ലേ, അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ടാണോ ഇത് ഉണ്ടാക്കുന്നത്, ഇത് വിൽക്കുന്ന ആളുകൾ പണം വാങ്ങുന്നത്? അല്ല, ബാങ്ക് ത്രൂ ആണ്. അപ്പൊ കസ്റ്റമേഴ്സിന് ബാങ്കിലോട്ട് ഇട്ടേക്കാൻ പറയുകയാണ്. അപ്പൊ അതുപോലെ ഇൻട്രസ്റ്റ് എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാനും, ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഇൻട്രസ്റ്റുകളൊക്കെ കളക്ട് ചെയ്തെടുക്കുക, ഡിവിഡൻഡുകൾ, ഷെയറിന്റെ ഡിവിഡൻഡുകൾ എന്തെങ്കിലും ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുകയല്ലേ, അപ്പൊ കസ്റ്റമേഴ്സിന്റെ ബിഹാഫിൽ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് വൺ ആണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഷെയറിന്റെ പർച്ചേസിങ്ങിനും അത് ഷെയർ സെല്ല് ചെയ്യാനും ഡിബഞ്ചേഴ്സും ബോൺസും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ബാങ്കിന് ഉപയോഗിക്കാറുണ്ട്. ലോക്കർ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, ഗോൾഡ് സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നത്, ഇതൊക്കെ പലതരത്തിലുള്ള വാല്യുബിൾസ് ആണ് ബാങ്ക് കൊടുക്കാറ്. ലോക്കർ ഫെസിലിറ്റീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ?
നിങ്ങൾ തന്നെ സ്വർണം, നിങ്ങളുടെ പാരൻസ് ഒക്കെ സ്വർണം കൊണ്ടുവയ്ക്കാറുണ്ട്, പിന്നെ സ്വർണം സൂക്ഷിച്ചു വെക്കാൻ കൊടുക്കാറുണ്ട്, ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് സൂക്ഷിക്കാൻ കൊടുക്കാറുണ്ട്. അതേപോലെ നെക്സ്റ്റ് വൺ ആണ് ബാങ്ക് അണ്ടർ റൈറ്റ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് പഠിക്കും. ഈ അണ്ടർ റൈറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഒരു ചെറിയ കമ്മീഷൻ കൊടുത്താൽ ബാങ്കിന് കമ്മീഷൻ എടുത്തുകൊണ്ട് ബാങ്ക് അണ്ടർ റൈറ്റേഴ്സ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അടുത്തത് പഠിക്കാനുള്ള ഒരു ടേം ആണ് ചെക്ക് എന്ന് പറയുന്നത്. ചെക്ക് എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചെറിയൊരു ഡോക്യുമെന്റ് ആണ്. ചെക്കിൽ എന്ത് ചെയ്യാം, ഒരു എമൗണ്ട് എഴുതി സൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് കിട്ടും. ഇത്രയും അറിയാം. ചെക്ക് എന്ന് പറയും, കറക്റ്റ് ആണ്. ചെക്ക് എന്ന് പറയുന്ന ഡോക്യുമെന്റ് ബാങ്കിന് അടുത്ത് കൊടുക്കുന്ന ഒരു ഓർഡർ ആണ്. ഇത്ര എമൗണ്ട് ഇത് കൊണ്ടുവരുന്ന ഇന്ന ആൾക്ക് കൊടുക്കൂ എന്ന് പറയും. ഇപ്പൊ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് ആ ചെക്ക് കൊണ്ടുപോയി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവിടുന്ന് പണം കിട്ടും. ഇത് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള വൺ ഓഫ് ദി മോസ്റ്റ് കൺവീനിയന്റ്, അതേപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. പല ടൈപ്പിലുള്ള ചെക്കുകൾ ഉണ്ടാകാറുണ്ട്. പ്രധാനമായിട്ട് 2 ടൈപ്പ് ചെക്കുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ബെയറർ ചെക്കും, 2 ഓർഡർ ചെക്കും. എന്താ ബെയറർ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബെയറർ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ചെക്കും കൊണ്ട് ചെല്ലുന്നത് അയാൾക്ക് കൊടുക്കും. the one which is payable to the presenter or a bearer of the check. അപ്പോൾ presenter itself അത് കസ്റ്റമറിന്റെ പേര് അതിലല്ലെങ്കിലും കസ്റ്റമറിനെ കൊണ്ടുവന്നത് ആരാണോ അയാൾക്ക് പണം കൊടുക്കും. അയാൾക്ക് ഈസി ആയിട്ട് ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളുടെ കയ്യിലേക്ക്, ഇപ്പൊ ഈ ചെക്ക് ഞാൻ കൊണ്ടുപോകും, എന്റെ ചെക്കാണ്, ഞാനത് നിങ്ങളിൽ ഒരാളിലേക്ക് തന്നു, നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ പൈസ കിട്ടും. അതാണ് ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. അവിടെ വേറെ കണ്ടീഷൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഇന്നയാൾക്ക് തന്നെ കൊടുക്കണമെന്ന് പേരെഴുതി ഒപ്പിടുകയൊന്നും ചെയ്തിട്ടില്ല. സൈൻ ഉണ്ട്, നമുക്ക് ബെയറർ ചെക്ക് കൊണ്ടുവന്ന ആൾക്ക്, പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് ചെക്ക് കിട്ടും. All SB account checks issued by banks in India are bearer checks. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന ചെക്കുകളൊക്കെ ബെയറർ ചെക്കാണ്. ബെയറർ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ. രണ്ടാമത്തെ ടൈപ്പ് ചെക്കാണ് ഓർഡർ ചെക്ക്. ഓർഡർ ചെക്ക് എന്താണ്? ഓർഡർ ചെക്സ് ആർ ചെക്സ് വിച്ച് ആർ വിത്ഡ്രോൺ ഫോർ ദ പേ. അതായത് ആ ചെക്കിൽ ഒരാളുടെ പേരുണ്ടായിരിക്കും, ആ എഴുതിയിരിക്കുന്ന പേരിലുള്ള ആൾക്ക് മാത്രമേ ചെക്ക് കൊടുക്കൂ. അതാണ് ഓർഡർ ചെക്ക് എന്ന് പറയുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ക്രോസ് ചെക്കിങ്സും ആ പേയിന്റെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഓർഡർ ചെക്ക് ക്ലിയർ ചെയ്യത്തുള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, റാമിന് ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് HDFC ബാങ്കിൽ. അയാൾക്ക് 1 lakh ശ്യാമിന് കൊടുക്കണം. ശ്യാമിന് ഒരു ചെക്ക് കൊടുത്തു, ശ്യാം അതുകൊണ്ട് പ്രസന്റ് ചെയ്തു. അപ്പം കറക്റ്റ് ശ്യാമിന് എന്ത് ചെയ്യും, ആ ഒരു പേയ്മെന്റ് മാത്രം കൊടുക്കും. വേറെ ഒരാൾ അത് കൊണ്ടു ചെന്ന് കൊടുത്താൽ അയാൾക്ക് ആ പേയ്മെന്റ് കിട്ടത്തില്ല. ഇപ്പൊ ഓർഡർ ചെക്ക് എന്ന് പറയുന്നത് 2 തരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെക്ക് എന്നും ക്രോസ്ഡ് ചെക്ക് എന്നും. ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഓർഡർ ചെക്സ് ഫോസ് പേയ്മെന്റ് ക്യാൻ ബി റിസീവ്ഡ് അറ്റ് ദി കൗണ്ടർ ഓഫ് ദ ബാങ്ക് ഈസ് നോൺ ആസ് ഓപ്പൺ ചെക്ക്. കൗണ്ടറിൽ ഡയറക്റ്റ് ആയിട്ട് പണം കിട്ടുന്ന ടൈപ്പ് ഓഫ് ചെക്കുകളാണ് ഓപ്പൺ ചെക്ക്. ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുമ്പോൾ ക്രോസ്ഡ് ചെക്കിനകത്ത് 2 ലൈൻസ് ഉണ്ടായിരിക്കും. ടോപ്പ് റൈറ്റ് ഭാഗത്ത് 2 ലൈൻസ് ഇട്ടിട്ടുണ്ടായിരിക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന മെൻഷൻഡ് എമൗണ്ട് ബാങ്കിന്റെ അക്കൗണ്ടിൽ കൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സോ അക്കൗണ്ട് ട്രാൻസ്ഫർ മാത്രം നടത്തുന്നതിനെയാണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു തരത്തിലുള്ള ക്യാഷ് പേയ്മെന്റും ഇവിടെ നടത്താനായിട്ട് പാടില്ല. അതാണ് ക്രോസ്ഡ് ചെക്കിൽ പറയുന്നത്. ഓപ്പൺ ചെക്ക് അങ്ങനെയല്ല, ക്യാഷ് പേയ്മെന്റ് നടത്താം. ക്രോസ്ഡ് ചെക്കിൽ ക്യാഷ് പേയ്മെന്റ്സ് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു ടൈപ്പ് ചെക്കാണ് അക്കൗണ്ട് പേയ് ചെക്ക്. ഓൺ ദ അക്കൗണ്ട് പേയ് ചെക്ക് 2 lines are made with the word account pay on the top right of the check. ചെക്കിന്റെ ടോപ്പ് റൈറ്റ് ഭാഗത്ത് അക്കൗണ്ട് പേയ് എന്നറിയപ്പെടുന്ന ചെക്കുകളാണ് അക്കൗണ്ട് പേയ് ചെക്ക്. എമൗണ്ട് മെൻഷൻഡ് ഓൺ ദ ചെക്ക് ഈസ് ഓൺലി ട്രാൻസ്ഫർ ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പേയ് ഹൂസ് നെയിം മെൻഷൻഡ് ഓൺ ദി ചെക്ക്. ചെക്കിൽ ആരുടെ പേരാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അല്ലാതെ അവിടെ ക്യാഷ് പേയ്മെന്റ്സ് പാടില്ല. ഓപ്പൺ ചെക്കിനെ പോലെ ക്യാഷ് പേയ്മെന്റ് പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
ക്രോസ്ഡ് ചെക്കും അക്കൗണ്ട് പേയ് ചെക്കും ഏകദേശം ഒരേപോലെ ഇരിക്കും. പക്ഷെ ക്രോസ്ഡ് ചെക്കിൽ ടോപ്പ് റൈറ്റ് ഭാഗത്ത് 2 ലൈൻസ് ആയിരിക്കും. അക്കൗണ്ട് പേയ് ചെക്കിൽ ടോപ്പ് റൈറ്റ് ഭാഗത്ത് അക്കൗണ്ട് പേയ് എന്ന് എഴുതിയിരിക്കും. ഈ ചെക്ക് വേറൊരു തേർഡ് പാർട്ടിക്ക് എൻഡോസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ക്രോസ്ഡ് ചെക്കിന്റെയും അക്കൗണ്ട് പേയ് ചെക്കിന്റെയും ചെറിയ ഡിഫറൻസുകൾ നമുക്ക് നോക്കാം. ക്രോസ്ഡ് ചെക്കുകൾ മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അക്കൗണ്ട് പേയ് ചെക്കുകൾ മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അയാളുടെ അക്കൗണ്ടിലോട്ട് മാത്രം മെൻഷൻ ചെയ്ത് ചെക്ക് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടേമാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇ ബാങ്കിങ് എന്താണ്? ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബാങ്കിങ്. ബാങ്കിങ് സർവീസസ് കസ്റ്റമേഴ്സിന് ഇന്റർനെറ്റിൽ കൂടെ കിട്ടുന്നതിനെയാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിൽ ബാങ്കിങ് സർവീസസ് നമുക്ക് ഏതെങ്കിലും പേഴ്സണൽ കമ്പ്യൂട്ടറോ ഏതെങ്കിലും മൊബൈൽസോ ഒക്കെ യൂസ് ചെയ്ത് പല വെബ്സൈറ്റുകളിൽ കൂടെ നമുക്ക് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഇ ബാങ്കിങ്. ഇപ്പോൾ ഒത്തിരി നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പണം പേ ചെയ്യാനായിട്ട് എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു ഹ്യൂമൻ ഓപ്പറേറ്റർ ആയിട്ട് ഒരാളൊന്നുമില്ല. അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക് ഫോമിലുള്ള മീഡിയാസ് ആയിരിക്കും. ഇപ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ഡേറ്റാബേസ്ഡ് ഉണ്ട്. അതിനെ എനേബിൾ ചെയ്തിട്ട് എല്ലാ സർവീസസിനും ബാങ്ക് സർവീസസും ഇന്റർനെറ്റ് വഴി ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇ ബാങ്കിങ് പ്രൊവൈഡ്സ് കസ്റ്റമേഴ്സ് ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഫ്രം അക്കൗണ്ട്സ്. അതുപോലെ ബാലൻസ് നോക്കാൻ പറ്റും. ലോൺസിനും ചെക്ക് ബുക്സിനും ATM ഫെസിലിറ്റീസിനും ബില്ല് പേയ്മെന്റ് ചെയ്യാനും. നിങ്ങളിപ്പം ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് ഇന്റർനെറ്റ് ത്രൂ പേ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇ ബാങ്കിങ് സർവീസസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നവയാണ്. ഒത്തിരി കസ്റ്റമേഴ്സിന് കൺവീനിയന്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റും. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇ ബാങ്കിങ് സർവീസസ് എന്താണ് കസ്റ്റമേഴ്സിന്റെ ടൈം, കസ്റ്റമേഴ്സിന്റെയും അതേപോലെ ബാങ്കിലുള്ളവരുടെയും ടൈം വളരെയധികം സേവ് ചെയ്യുന്നതേ ആണ്. സോ ഇത്രയധികം ഗുണങ്ങൾ ഇ ബാങ്കിങ് സർവീസസിനുണ്ട്. എത്രത്തോളം സർവീസസ് ആണ് ഈ ബാങ്കിങ്ങുകൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ATMസിൽ കൂടെ ഒരുപാട് സർവീസസ് കൊടുക്കും. സെയിൽസിന്റെ സമയത്ത് ഒരുപാട് സർവീസസ് കൊടുക്കും. ഇലക്ട്രോണിക്കലി ഡേറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കാറുണ്ട്. ഡിജിറ്റൽ ക്യാഷ് വഴി കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാനാണെങ്കിൽ കസ്റ്റമേഴ്സിനും ബെനിഫിറ്റ്സ് ഉണ്ട്, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിനും ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലേ. കസ്റ്റമേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? 24 hours 365 days കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടുകയാണ് ബാങ്കിന്റെ. അതാണ് ഏറ്റവും വലിയ കണ്ടിന്യൂ സർവീസ് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എവ്രിവെയർ സർവീസ്. ഈ ബാങ്കിൽ കൂടെ സർവീസസ് എല്ലാ സ്ഥലത്തും, ഇത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇത് പോട്ടെ നമ്മളിപ്പം ദൂരോട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഒരു സ്മാർട്ട് ഫോണോ ഒരു ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സർവീസ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്കതിന് വേണ്ടിയിട്ട് ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോകണമെന്നോ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യണമെന്നോ ഒരു നിർബന്ധവുമില്ല. തേർഡ് വൺ ആണ് ഗ്രേറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിന് ട്രാവൽ ചെയ്യുന്നതിന്റെ ക്യാഷ് അവോയ്ഡ് ചെയ്ത് കിട്ടുകയാണ്. അതുവഴി റിസ്ക് കുറയ്ക്കാനും കൂടുതൽ സെക്യൂർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ കസ്റ്റമേഴ്സ് വളരെ ഹാപ്പി ആയിരിക്കും. എനിക്ക് ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ തന്നെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു, എനിക്കത് കിട്ടി. അപ്പോൾ ബെറ്റർ ആപ്പുകളും ബെറ്റർ രീതിയിലുള്ള ഇന്റർനെറ്റ് സർവീസ് കൊടുക്കുന്ന ബാങ്കിനോട് ഇപ്പോൾ ആളുകൾക്ക് അഫെക്ഷൻ കൂടുതലാണ്. സോ അത്തരത്തിൽ കസ്റ്റമേഴ്സിന് ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഫോർത്ത് വൺ ആണ് എവിഡൻസ് എന്ന് പറയുന്നത്. ഈ ബാങ്കിങ് സർവീസസ് നടത്തുന്ന സമയത്ത് എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഒരു എവിഡൻസ് ഉണ്ട്. അവർ ആ പ്ലാറ്റ്ഫോമിൽ കയറി എൻറ്റർ ചെയ്തതിനും അല്ലെങ്കിൽ അവരതിനെ പണം റെസീവ് ചെയ്തതിനും പണം ട്രാൻസ്ഫർ ചെയ്തതിനൊക്കെ തെളിവുണ്ട്. സോ ഇതൊരു എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ പറയുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസസും അതേപോലെ തന്നെ എല്ലായിടത്തും സർവീസ് കിട്ടുന്നതും ഗ്രേറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും എവിഡൻസും. പിന്നെ ഉള്ളതാണ് ടൈം ആൻഡ് എനർജി സേവ് ചെയ്യുന്നുള്ളത്. കസ്റ്റമേഴ്സിന് എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബാങ്കിൽ പോയി വിസിറ്റ് ചെയ്തൊരു കാര്യം ചെയ്യുക. വിസിറ്റ് ചെയ്ത് ഓഫീസേഴ്സിന്റെ ടൈം നോക്കി അവരുടെ അവൈലബിലിറ്റി കിട്ടണം.
ഒത്തിരി ടൈം എടുക്കും, അവരുടെ എനർജി ഒത്തിരി വേസ്റ്റ് ആവും. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല അടിപൊളിയായിട്ട് ബാങ്കിങ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ ഒരു ഈ ബാങ്കിങ് സർവീസസ് വഴി കൊടുക്കുന്നത്. പിന്നെ ഉള്ളതാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ്. ഒന്നാമത്തത് റിഡക്ഷൻ ഓഫ് ലോഡ് ഓൺ ബ്രാഞ്ചസ്. ഇന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ബാങ്കിൽ പോയി ക്യൂ നിന്ന് അവർക്ക് ഒത്തിരി ലോഡാണ്, കാരണം ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കൃത്യമായിട്ട്. അപ്പോൾ ബാങ്കിങ് ഫങ്ഷൻസ് ഈ ഇന്റർനെറ്റിൽ കൂടെയും ATM കൂടെയും ചെയ്യുമ്പം ആ വർക്ക് ലോഡ് കുറയുകയാണ്. ലോക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളുടെ വർക്ക് ലോഡ് ഒത്തിരി കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ടു ദ ബാങ്ക്. ഇപ്പൊ കമ്പ്യൂട്ടേഴ്സിനും സ്മാർട്ട് ഫോൺസിനും ഒക്കെ നമുക്കറിയാം നെറ്റ് കണക്ഷൻ സുലഭമാണ്. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു മിനിമം പേയ്മെന്റിൽ നല്ല അവൈലബിലിറ്റി ഓഫ് നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിങ്ങിന്റെ മിക്ക ഫങ്ഷൻസും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ റിഡക്ഷൻ ഓഫ് ലോഡ് ഓൺ ബ്രാഞ്ചസ്, അതേപോലെ തന്നെ അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ടു ദ ബാങ്ക്. നെക്സ്റ്റ് വൺ ആണ് e-banking പ്രൊവൈഡ് അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ഓഫ് ദ ബാങ്ക്സ് നോട്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് SBIക്ക് 14,000-ഓളം ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബാങ്കിങ് നെറ്റ്വർക്ക് എബൌട്ട് 10 lakhs ആണ് ആവുന്നത് ശരിക്കും അവർക്ക്. നെക്സ്റ്റ് വന്നത് ലെസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഈ ബാങ്കിങ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എംപ്ലോയീസിന്റെ നമ്പേഴ്സ് കുറയ്ക്കും. സോ അതുവഴി അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഉള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും. സോ അല്ലെങ്കിൽ അവർക്ക് എന്നും എല്ലാ ആളുകളെയും പണം കൊടുത്ത് എല്ലാവരെയും അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കണ്ടേ. അപ്പൊ ആളുകൾ കുറവ് മതി, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയും. അതുവഴി ബാക്കിയുള്ളത് ഇന്റർനെറ്റ് ത്രൂ അങ്ങ് ചെയ്യല്ലേ, ഓട്ടോമാറ്റിക്കലി ചെയ്ത് പോവുകയല്ലേ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് നോക്കാം ബാങ്കിങ്ങിന്റെ ഫീൽഡിൽ. ഒന്നാമത്തെ ട്രെൻഡാണ് ATM. ATM എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആളുകൾ യൂസ് ചെയ്യുന്ന റീസെന്റ് ട്രെൻഡ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ATM സർവീസ് എന്ന് പറയുന്നത്. ATMന്റെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ബാങ്കിങ് ഔട്ട്ലെറ്റ് ആണ്. ഇത് കസ്റ്റമേഴ്സിന് ബേസിക് ആയിട്ടുള്ള ബാങ്കിൽ പോയി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, അതായത് വിഡ്രോ ചെയ്യുക, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ബാലൻസ് നോക്കുക, ATM കാർഡ് രജിസ്റ്റർ ചെയ്യുക, അക്കൗണ്ട് റീ രജിസ്ട്രേഷൻ ചെയ്യുക എന്നൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ ATM കൂടെ നടക്കാറുണ്ട്. ഇപ്പം ആർക്കെങ്കിലും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉള്ളവർക്ക് ATM യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ATM എന്ന് പറയുന്നത് നമുക്കറിയാം 24/7 365 days വർക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ്. മിക്ക സ്ഥലത്തും ഒരു നിശ്ചിത ദൂരം ഇടവിട്ട് ATMsകൾ കാണാറുണ്ട്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ATM ഫെസിലിറ്റീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അവരുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിന്. അവരെന്ത് ചെയ്യണം? അവരുടെ ആ പ്ലാസ്റ്റിക് കാർഡ്, ATM കാർഡ്, അവരുടെ ഓരോരുത്തരുടെയും പിൻ നമ്പർ ഉണ്ടല്ലോ, പേഴ്സണൽ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ യൂസ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാർഡ് ഇൻസേർട്ട് ചെയ്ത് ഓരോ ടെർമിനലും അവർ ചോദിക്കുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻ അടിച്ചു കൊടുത്ത് പിൻ അടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പിന്ന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ മെഷീൻ റെസ്പോണ്ട് ചെയ്യുകയും അവർക്ക് പണം വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള ക്യാഷ് കൊടുക്കുകയും ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് മിനി സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്ത് കൊടുക്കുകയും ഫണ്ട് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒരു സെയിം ബാങ്കിന്റെ ചെക്ക് ബുക്കിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയ ATMന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും യു ക്യാൻ യൂസ് ഇറ്റ് ഫ്രം എനിവെയർ വിത്തൗട്ട് ക്യാഷ്. ക്യാഷ് ഇല്ലാതെ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ATMന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നതാണ് നെറ്റ് ബാങ്കിങ്. നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് ബാങ്കിങ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് നെറ്റ് ബാങ്കിങ്. കസ്റ്റമേഴ്സിന് അവരുടെ ലോഗിൻ ID യൂസ് ചെയ്തും പാസ്വേഡ് യൂസ് ചെയ്തും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിലോട്ട് കയറാനായിട്ട് പറ്റും. അങ്ങനെ നെറ്റിൽ കൂടെ അവരതിന് കയറിയിട്ട് അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ബാലൻസ് നോക്കാൻ പറ്റും, ചെക്ക് ബുക്കിനൊക്കെ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, ATMന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ പലതരത്തിലുള്ള ബിസിനസ് ഫേംസ് ഒക്കെ സാലറി ഒക്കെ ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയിന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും അവർക്കപ്പോൾ ഒത്തിരി ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ടെൻഷൻ കുറയാണ്. അവർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ല ചെക്ക് വഴി കൊടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് വൺ ആണ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് RTGS എന്ന് പറയുന്നത്. ഇത് രണ്ട് ബാങ്ക്സുകൾ ഏറ്റവും പെട്ടെന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള സർവീസാണ് RTGS അല്ലെങ്കിൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. RTGS ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ്, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് റിയൽ ടൈം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഡിലേ ഒന്നുമില്ല. RTGS ആണ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് പോസിബിൾ മണി ട്രാൻസ്ഫർ. രണ്ട് ബാങ്കുകൾ തമ്മിൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ വൺ ഓഫ് ദി പോസിബിൾ ഫാസ്റ്റസ്റ്റ് ടൈപ്പ് RTGS ആണ്. RTGSന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 2 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ RTGS ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 5 ലക്ഷം രൂപ വരെയൊക്കെ ഈസി ആയിട്ട് വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ പറ്റും. ചെറിയ ചാർജസ് ഒക്കെ വന്ന് ആ രീതിയിലാണ് പോകുന്നത്. അതാണ് RTGS അല്ലെങ്കിൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് നെഫ്റ്റ്. നെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഒരു നാഷണൽ രീതിയിൽ നേഷൻ വൈഡിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം SBI ഫെഡറൽ ബാങ്കിലോട്ട് അയക്കുക, അങ്ങനെയൊക്കെ അയക്കുന്നതിനാണ് നെഫ്റ്റ് ചെയ്യുന്നത്. അതിനാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം RTGS പോലെ അല്ലാതെ നെഫ്റ്റിന്റെ പ്രത്യേകത ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ബാച്ച് ആയിട്ടാണ് അവർ പണം കൊടുക്കുന്നത്. അതിന് ഒരു മിനിമം എമൗണ്ട് ഒന്നുമില്ല. 1 റുപ്പീസ് തൊട്ട് നമുക്ക് നെഫ്റ്റ് ചെയ്യാൻ പറ്റും. 10,000 വരെ പറ്റും. 10,000 വരെ പറ്റുന്നല്ല, ചാർജസ് 10,000 റുപ്പീസ് 2.5 വരെ പിടിക്കും. വളരെ ചെറിയ ചാർജസേ പിടിക്കത്തുള്ളൂ. കൂടുതലും ചെറിയ എമൗണ്ടുകളൊക്കെ 2 ലക്ഷത്തിന് താഴെയുള്ള എമൗണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നെഫ്റ്റ് ത്രൂ നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ വളരെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സർവീസാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിന്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനായിട്ട് പേയ്മെന്റ് സിംപ്ലിഫൈ ചെയ്യാനും ഫണ്ട് ട്രാൻസ്ഫർ സിംപ്ലിഫൈ ചെയ്യാനും മണി പ്രോപ്പറായിട്ട് വിഡ്രോ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഡെബിറ്റ് കാർഡ്സിന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇല്ല. അതായത് ആ കാർഡിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ പണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ആ കാർഡിൽ എത്ര രൂപയാണോ ഉള്ളത് ആ പണം ഉപയോഗിച്ച് നമുക്ക് സർവീസസ് എടുക്കാൻ പറ്റുന്ന കാർഡ്സ് ആണ് ഡെബിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെബിറ്റ് കാർഡ്സിൽ ഒരു അക്കൗണ്ട് ഹോൾഡർ അതിനകത്ത് മണി ഇടും, ആവശ്യത്തിനനുസരിച്ച് അത് സ്പെൻഡ് ചെയ്യും. അതാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഡെബിറ്റ് കാർഡ് ഇപ്പം ATM നിന്ന് പണം റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡാണ്. സെയിൽസിന്റെ സമയത്ത് നമ്മൾ ഡെബിറ്റ് കാർഡ് കൊടുത്താൽ പറ്റും. അത്തരത്തിലുള്ള ട്രേഡേഴ്സിന്റെ അടുത്തൊക്കെ നമുക്ക് ഈ പോയിന്റ് ഓഫ് സെയിൽസിലൊക്കെ ഇത്തരത്തിലുള്ള ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു പരിധി വരെ കുറച്ച് പൈസ കൊടുക്കും, ക്രെഡിറ്റ് കൊടുക്കും. അതിനാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. എവറി ടൈം നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി പണം ബോറോ ചെയ്യുന്ന പോലെ, പണം കടം വാങ്ങിക്കുന്നത് പോലത്തെ പരിപാടിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആണോ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളത് അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ് വെച്ച് പണം പിൻവലിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ വെണ്ടർക്ക് ഒരു ടേൺ വരെയുള്ള മണി കൊടുക്കാൻ പറ്റും ബാങ്ക്. എന്നിട്ട് ഒരു ഗ്രേസ് പീരീഡ് കൊടുക്കും, 25 തൊട്ട് 30 ദിവസം വരെ ഒരു ഗ്രേസ് പീരീഡ് കൊടുക്കും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ നമ്മൾ പേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനുള്ളിൽ ഇൻട്രസ്റ്റും കൂടെ കൊടുത്ത് പിന്നെ പേ ചെയ്യേണ്ടി വരും. ഇത് അതുപോലെ ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ്സും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലോൺ പോലത്തെ ടൈപ്പാണ്. ആക്ച്വലി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുകയാണ് ആളുകൾക്ക്. അപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് ഓരോ കസ്റ്റമേഴ്സിനും പല അവരുടെ ക്രെഡിറ്റ് വർത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ATM കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ് ഇതൊക്കെ കളക്റ്റീവ്ലി ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതാണ് പ്ലാസ്റ്റിക് മണി. പ്ലാസ്റ്റിക് മണി എന്നാണ് ഇങ്ങനത്തെയുള്ള ATM കാർഡും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ അറിയപ്പെടുന്നത്. പിന്നെ ഒരു സർവീസ് കൊടുക്കുന്നതാണ് മൊബൈൽ ബാങ്കിങ് കൂടെ കൊടുക്കുന്ന സർവീസസ്. മൊബൈൽ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് അലൗസ് ദ കസ്റ്റമേഴ്സ് ടു കണ്ടക്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിമോട്ട്ലി യൂസിങ് മൊബൈൽ ഡിവൈസ്. മൊബൈലോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണോ ഒരു ടാബ്ലറ്റോ യൂസ് ചെയ്തുകൊണ്ട് സർവീസസ് ചെയ്യാൻ കൊടുക്കുന്ന സർവീസസ് ആണ് മൊബൈൽ ബാങ്കിങ് സർവീസ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും, ഫണ്ട് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും, ബില്ലുകൾ പേ ചെയ്യാനായിട്ട് പറ്റും, ബാലൻസുകൾ നോക്കാൻ പറ്റും. ഇപ്പം SMS കൂടെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ക്യാരി ഓൺ ചെയ്യുന്നത്. SMS എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷോർട്ട് മെസ്സേജ് സർവീസ്.
ഇപ്പോൾ ഇന്റർനെറ്റ് ബാങ്കിങ് ബാങ്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന പോലെ മൊബൈൽ ബാങ്കിങ് സിസ്റ്റത്തിൽ കൂടെ സൈറ്റിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സർവീസസും എടുക്കാനായിട്ട് സാധിക്കും. മൊബൈൽ ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഏത് സമയത്തും എനിവെയർ അറ്റ് എനി ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൺസേൺസ് ആണ് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതായത് ഒരു പരിധി വരെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഏതെങ്കിലും തരത്തിൽ ഇന്റർനെറ്റിന് എന്തെങ്കിലും ഒരു ബാഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസാക്ഷൻസ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് വരാനുള്ള സാധ്യതയൊക്കെ, ഏതെങ്കിലും നെറ്റ്വർക്ക് എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയുമാണ് റീസെന്റ് ആയിട്ടുള്ള നെറ്റ് ബാങ്കിങ് സർവീസസ് എന്ന് പറയുന്നത്.